ഹലോ മൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അങ്ങനെ രാവിലെ തന്നെ എനിക്ക് പണി കിട്ടി ഗൈസ്. ചിക്കൻ കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വരണം. ഇന്ന് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, വേല ദിവസത്തിന്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ എനിക്കും അമ്മക്കുട്ടിക്കും അശ്മയ്ക്കും കൂടി കുറച്ച് പണിയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണച്ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ചക്കനെ വയ്ക്കാനായിട്ട് കുറച്ച് സ്നാക്സ് കൂടെ കൊടുത്തപ്പോൾ അവൻ ഫ്ലാറ്റ്. പിന്നെ നമ്മുടെ നാട് ചുറ്റി കാണിക്കാൻ പറഞ്ഞിട്ട് കണ്ണച്ചേട്ടനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ വെയിലത്ത് പാടത്ത് പോയിട്ട് കരിഞ്ഞുണങ്ങി വരും. വേനൽ സീസണും പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അല്ലെങ്കിൽ നല്ല പച്ചപ്പിൽ ഞങ്ങളുടെ പാടം കാണാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ വെയിലത്ത് കുറച്ച് കറങ്ങി നടന്ന് തളർന്ന് ക്ഷീണിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന ഗൈസ്. തിരിച്ച് വീടെത്തിയപ്പോൾ കണ്ണൻ ചേട്ടൻ കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അടുക്കളയിലാണെന്ന് വെച്ചാൽ അമ്മയും ചേച്ചി വല്യേച്ചിയൊക്കെ നല്ല പണിയിലായിരുന്നു. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ആ പേവയിലെത്ത് പിന്നെയും പോയി ഗൈസ് കറങ്ങാൻ. ഒന്നുമില്ല, ഞങ്ങള് വെറുതെ കറങ്ങി തിരിച്ചോ എന്നാ പോയിക്കോ. അങ്ങനെ ഞങ്ങളുടെ കറക്കത്തിന്റെ ഇടയിൽ നമ്മുടെ ഉണ്ണിക്കുട്ടനും ഗ്യാങ്ങും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരോട് വന്നാലേ നമ്മുടെ പരിപാടി കുറച്ചുകൂടി ഉഷാറാവുള്ളൂ. പിന്നെ ഉച്ചനേരം ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചത്തേക്ക് സാദാച്ചോറും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ അച്ഛൻ സ്ഥിരം 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അച്ഛനൊക്കെ ഒരു കമ്പനി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ കൂടെ ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി പിടിച്ച് ഈ കടയിൽ വന്ന് ഒരുപാട് ചായ കുടിച്ചിട്ടുള്ള. സത്യത്തിൽ ആ ഒരു പ്രായമൊക്കെ ഇപ്പോഴും നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചായയോട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ റെഡി അമ്മനോട് അച്ഛനോട് ചേച്ചിനോട് ഏട്ടനോടൊക്കെ ബായ് പറഞ്ഞ് ഇവർ കാറിനായിരുന്നു. പിന്നെ ചേച്ചിയും കണ്ണേട്ടനും കൂടിയിട്ട് ബൈക്കുമ്മ ഞങ്ങൾ 3 പേരും കൂടി ത്രിബിൾസ് അടിച്ചായിരുന്നു കേട്ടോ പോയത്. പിന്നെ എങ്ങനെ കച്ചേരി തുടങ്ങല്ലേ നമ്മുടെ പാടൊന്ന്. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ? കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്, കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ? ആടാട് മുടി കണ്ണിനായ ചന്ദനം പാലനപ്പാ എന്നെ കാണണമെന്നുണ്ട്, നല്ല മനസ്സാണ് പെണ്ണാരമോളെ എന്റെ ഇടക്കിളിയേ, ചന്ദന പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും. അങ്ങനെ പൂരപ്പറമ്പിൽ എത്തിയിട്ടാണ് നമ്മുടെ ഫാമിലി എല്ലാ വർഷവും വരുന്ന സമയത്ത് വല്ല ചാക്കോ ഷീറ്റോ അല്ലെങ്കിൽ ടാർപ്പായോ കൊണ്ടുവരും. ഈ വർഷം ടാർപ്പ കൊണ്ടുവന്നപ്പോൾ അത് കട്ട് ചെയ്യാത്തതായിരുന്നു. അപ്പോൾ ATM വെച്ച് കട്ട് ചെയ്യണം നമ്മുടെ ബുദ്ധിമാനായ ഏട്ടൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് കൊണ്ട് വെടിക്കെട്ടിന് തീ കൊളുത്തി. നല്ലപോലെ നിന്ന് കാണാൻ പറ്റിയില്ല. നമ്മൾ നെൽമാറ വേലയ്ക്ക് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതാ ഗൈസ് എല്ലാരും ഉണ്ട്. പിന്നെ വീട്ടിലെത്തി എല്ലാവരും കൂടി ഫുഡും കഴിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്തോളൂ. ബൈ.